അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഈ പാർട്ടിയിൽ. 2020+ BJPക്ക് അല്ല ആൾക്കാർ വോട്ട് ചെയ്തത്, 2020 പാർട്ടിക്കാണ് വോട്ട് ചെയ്തേക്കണേ. അപ്പോൾ ശരിക്കും ജനവഞ്ചന തന്നെയല്ലേ അത്? പെട്ടെന്നൊരു തീരുമാനത്തിൽ ഒരു സുപ്രഭാതത്തിൽ പോയി ജോയിൻ ചെയ്തു എന്ന് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിനൊക്കെ കൃത്യമായ അജണ്ട ഉണ്ടാവും, അവർ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ ചർച്ചയുടെ പ്രകാരമാണ് ഈ സർവേ നടത്തിയെന്ന് പോലും ഇപ്പോൾ സംശയിക്കപ്പെടുന്നു. ബിസിനസ് താല്പര്യങ്ങളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്, ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് ഇന്നലെ മറ്റു പാർട്ടികളിലേക്ക് നേതാക്കൾ പറഞ്ഞത്. അങ്ങനെയാണ് വോട്ട് ചെയ്ത ജനങ്ങളോട് 2020 എന്നൊരു പാർട്ടി ആയിട്ടാണ് വോട്ട് ചോദിച്ചത്. 2020+ BJP എന്നുള്ള രീതിയിലല്ല വോട്ട് ചോദിച്ചത്. 2020+ BJPക്ക് അല്ല ആൾക്കാർ വോട്ട് ചെയ്തത്, 2020 പാർട്ടിക്കാണ് വോട്ട് ചെയ്തേക്കണേ. അപ്പോൾ ശരിക്കും ജനവഞ്ചന തന്നെയല്ലേ അത്? 2020 BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജന്റ് ആണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിവെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശരിവെക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം അതിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. കൂടുതൽ ആൾക്കാർ രാജിവെക്കാൻ സാധ്യതയുണ്ട്. 2020 എന്ന ഒരു അരാഷ്ട്രീയ സംഘടന എന്ന് പലരും പറയുമ്പോഴും അന്നൊക്കെ ഞങ്ങൾ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ സംഘടന എന്താണ് എന്നൊക്കെ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അരാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവത്തിലൂടെ കാലം തെളിയിച്ചു. കാരണം മറ്റുള്ള പാർട്ടിയുടെ MLA ആവട്ടെ MP ആവട്ടെ അവരുടെ കൂടെയൊന്നും ഒരു സ്റ്റേജ് ഷെയർ ചെയ്യോ അവരുടെ ഫണ്ടുകൾ വാങ്ങാൻ അനുവദിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് തീർത്തും രാഷ്ട്രീയ സംഘടന തന്നെയാണ്. നമുക്ക് ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്കെല്ലാം തന്നെ MLAയുടെ ഫണ്ട് വേണം, MPയുടെ ഫണ്ട് വേണം. ഇതിനൊന്നും തന്നെ നമുക്ക് പെർമിഷൻ ഇല്ല. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വികസനം നടക്കുകയുള്ളൂ. ആ ഒരു ലക്ഷ്യത്തിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇനി ഇദ്ദേഹം തന്നെയാണെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൂടെ ഒന്ന് സ്റ്റേജ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പണിഷ്മെന്റ് കിട്ടിയിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ലൈവായിട്ട് അത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ആര് കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കുന്നൊന്നുമില്ല. അതായത് പാർട്ടി പ്രസിഡന്റ് പറയുന്നു, എല്ലാവരും അതിന് ഓക്കെ അടിക്കുന്നു. അല്ലാതെ എതിർത്തൊരു കാര്യം പറയാനായിട്ട് ഈ പാർട്ടി പ്രസിഡന്റ് ഫണ്ട് ചെലവാക്കുന്നു, ഇലക്ഷൻ നിർത്തുന്നു, അവർ തന്നെ ഫ്ലെക്സ് അടിക്കുന്നു, ചെലവുകളൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആർക്കും തിരിച്ചൊരു കാര്യം ചോദിക്കാനോ അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഈ പാർട്ടിയിൽ. കോൺഗ്രസ് ഞങ്ങളുടെ ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയിൽ ഞങ്ങൾ വന്നിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പും ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ കുടുംബം തന്നെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയില്ല തന്നെയാണെന്ന് തോന്നി എന്നുകൊണ്ട് മാത്രം. അതെ, അത് നമുക്ക് സംശയം ഇല്ല, കോൺഗ്രസിന് തന്നെ ഗുണം ചെയ്യും.